ദേശീയ മാനവിക വേദിക്ക് 2 വയസ്സ് തികയുന്ന വേള. ദേശീയ തലത്തിൽ ഷബീൽ ഹാഷ്മിയും ഡൽഹിയിലെ സാംസ്കാരിക പ്രവർത്തകരും തുടങ്ങിവെച്ച മേരെ ഘർ ആക്കേ തോ ദേഖോ ഇതുമായി സഹകരിച്ച് കേരളത്തിൽ തുടങ്ങിയ ഈ മൂവ്മെൻറ്റ് ആഴമേറി വരുന്ന മത ജാതി വിഭാഗീയതകൾക്കെതിരെ, വർഗീയ ഫാഷിസത്തിനെതിരെ സാംസ്കാരികമായ ഇടപെടലായും ഗൗരവമേറിയ ചർച്ച നടക്കുകയാണ്. ബഹുമാന്യ അതിഥികൾ വേദിയിലെത്തി ആദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദേശീയ മാനവിക വേദിയുടെ 2ാം വാർഷികത്തിൻ്റെ 2ാമത്തെ ദിവസമാണ് വാർഷികാഘോഷത്തിൻ്റെ. ഇന്നലെ വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. 95ഓളം ആളുകൾ പങ്കെടുത്ത വളരെ വലിയ ഒരു ശില്പശാല നടന്നു. ധാരാളം ആളുകൾ പങ്കെടുക്കുക മാത്രമല്ല, വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, അതേപോലെ യുവജനങ്ങളുടെ പങ്കാളിത്തമൊക്കെ കൊണ്ട് ശ്രദ്ധേയമായ ഒന്നായിരുന്നു അത്. ഇന്ന് അതിന് തുടർച്ചയായി കാലത്ത് ഒരു സെമിനാറുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം സുപ്രസിദ്ധ സിനിമാ താരം പ്രകാശ് രാജ് അടക്കമുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ എത്തിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ വളരെ സാങ്കേതികമായ കുറച്ച് സ്വാഗതം പറയുകയാണ്. സ്വാഗതം പറയേണ്ട ആളുകളല്ല, കാരണം ഇവരൊക്കെ സ്വാഗതം ചെയ്യപ്പെട്ട ആളുകളാണ്. നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഹരിദാസ് കൊളത്തൂരാണ്. ഇവരുടെ ഡീറ്റെയിൽസ് പിന്നീട് ബന്ന നിങ്ങളോട് പറയുന്നുള്ളതുകൊണ്ട് അവരെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതുപോലെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഡോക്ടർ ദ്വന്ദ്വ പ്രശാന്ത്, അദ്ദേഹം സെമിനാർ മോഡറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഡോക്ടർ ഖദീജ മുംതാസ്, അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന രാജേഷ് കോമത്ത്, മാളവിക ബിന്നി വരാമെന്ന് പറഞ്ഞിരുന്നു, എത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മൃദുലാദേവി അധ്യാപികയും ആക്ടിവിസ്റ്റുമായിട്ടുള്ള, അതുപോലെ നമ്മുടെ PT കുഞ്ഞു മുഹമ്മദ്, മുരളി, അനിൽ തുടങ്ങിയ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി പറയുന്ന നമ്മുടെ ഷാജി ഒക്കെ സുഹൃത്തുക്കളും പരിചയക്കാരും നിങ്ങൾക്ക് അറിയാവുന്നവരും ആയതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിച്ച് പറയാതിരിക്കുന്നത്. സർവോപരി ഇവിടെ എത്തിയ എല്ലാ ആളുകൾക്കും ഈ തിരൂരിൻ്റെ തുഞ്ചമ്പറമ്പിൻ്റെ ഈ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാശയം എന്ന് പറയുന്നത് മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നതാണ്. പരസ്പരം എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും നിൽക്കുക എന്ന ഒരാശയത്തിൽ എല്ലാ ഭിന്നതകളും മറന്നുകൊണ്ട്, രാജ്യത്ത് വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹം പറഞ്ഞുകൊണ്ട്, അകൽച്ച പ്രകടിപ്പിക്കുമ്പോൾ അടുപ്പം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സംഘമാണ് നമ്മുടേത്. ആ ഒരു സംഘബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടിയിരിക്കുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു, ചർച്ചകൾ ചെയ്യുന്നു. എല്ലാത്തിനും സ്വാഗതം. നന്ദി. നന്ദി ശ്രീ PV ബഷീർ. അധ്യക്ഷ ഭാഷണം നടത്തുന്നത് ദേശീയ മാനവിക വേദിയുടെ സെക്രട്ടറി ശ്രീ ഹരിദാസ് കൊളത്തൂർ. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ ഇന്നലത്തെ വർക്ക്ഷോപ്പിന് ശേഷം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ സെമിനാറിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ സച്ചിദാനന്ദൻ മാഷ്, ഞങ്ങളുടെ ചെയർമാനായ സച്ചിദാനന്ദൻ മാഷായിരുന്നു. അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് ഇന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു പകരക്കാരനായിട്ടാണ് ഞാൻ അധ്യക്ഷൻ്റെ ചുമതലയുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഔപചാരികമായിട്ടായിരിക്കും ഞാൻ ഈ അധ്യക്ഷൻ്റെ ചുമതല നിർവഹിക്കുന്നത്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന സെമിനാർ എല്ലാവർക്കും അറിയാം. ദളിത് ആദിവാസികളുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനെക്കുറിച്ച് വളരെ പഠിച്ചിട്ടുള്ള സ്കോളേഴ്സും അക്കാഡമിഷ്യൻസുമായിട്ടുള്ള ഒരു നല്ലൊരു പാനലാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കും. ഞങ്ങളുടെ ഈ മൂവ്മെൻറ്റിനെ കുറിച്ച്, ഈ പ്രസ്ഥാനത്തെക്കുറിച്ച്
മാത്രം ഏതാനും വാക്കുകൾ പറയുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് 2ാം വാർഷികമാണ്, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ. 2023 ആഗസ്റ്റിലാണ് നമ്മുടെ ഇത് രൂപം കൊള്ളുന്നത്. നമ്മുടെ ഈ പ്രസ്ഥാനം ഇത് രൂപം കൊള്ളുന്നത് ഉത്തരേന്ത്യയിൽ ഡൽഹിയിൽ വെച്ചാണ്. ഡൽഹിയിലെ കുറേ ആക്ടിവിസ്റ്റുകളും എഴുത്തുകാരും ഒക്കെ ചേർന്ന് ഷബ്നം ഹാഷ്മി എന്ന പിന്നെ മനുഷ്യാവകാശ പ്രവർത്തക, അതുപോലെ ആക്ടിവിസ്റ്റുമൊക്കെ ആയ ഷബ്നം ഹാഷ്മി, അതുപോലെ ഒരുപാട് ലീന, അതുപോലെ പിന്നെ ഈവൻ അരുന്ധതി റോയ്, ഇങ്ങനെയുള്ള പല ലിറ്റററി ഫിഗേഴ്സിൻ്റെയൊക്കെ ഒരു കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ദേശീയ മാനവിക വേദി അന്ന് യഥാർത്ഥത്തിൽ മേരെ ഘർ ആക്കെ തോ ദേഖോ എന്നായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ പേര്. ഇത് ആരംഭിക്കുമ്പോൾ മേരെ ഘർ ആക്കെ തോ ദേഖോ, എൻ്റെ വീട്ടിലേക്ക് വന്ന് ഒന്ന് നോക്കൂ, ഇതായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ പേര്. ഇത് 2023 ആഗസ്റ്റ് 15 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. നമ്മുടെ കേരളത്തിലും 8 കേന്ദ്രങ്ങളിൽ, ഇത് പിന്നെ 4 ജില്ലകളിലായി 8 കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം നിരവധി പരിപാടികൾ നമ്മൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്തായാലും ഈ സംഘടനയുടെ എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ വെച്ച് ഇതിങ്ങനെ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്ന് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് അഡോപ്റ്റ് ചെയ്തത്? ഇത് വടക്കേ ഇന്ത്യയിലാണ് ഈ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും എതിരെയുള്ള അട്രോസിറ്റീസ്, അവരൊക്കെതിരെയുള്ള ആക്രമണങ്ങൾ, വളരെ ഈ വർഗീയ ഫാസിസത്തിൻ്റെ ഒരു ആക്രമണം വളരെ ശക്തമായ ഒരു കാലത്ത് ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയും? കേവലം പൊളിറ്റിക്കൽ മതേതര രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രം പ്രതിരോധിക്കാവുന്ന ഒരു സംഗതിയല്ല ഇത്. ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് കൂടി ഇതിനൊപ്പം ഉണ്ടാകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരമൊരു ആലോചനയുണ്ടായതും മേരെ ഘർ ആക്കെ തോ ദേഖോ എന്ന ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് ചില സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കൃത്യമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അറിയാമല്ലോ ഇവിടുത്തെ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക കാലാവസ്ഥ. നമ്മുടെ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ വേരോട്ടം കിട്ടുകയില്ല. കേരളത്തിൽ ഓഫ് കോഴ്സ് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് വടക്കേ ഇന്ത്യയിൽ ഉണ്ടാവാനുള്ളൊരു പ്രധാന കാരണം, കേരളത്തെ സംബന്ധിച്ചോളം നമ്മൾ ഏകദേശം ഒരു സേഫ് സോണിൽ ജീവിക്കുന്നവരാണ്. ഇവിടെ അങ്ങനെ ഭൂരിപക്ഷ അത്തരം പ്രശ്നങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. ഇവിടെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്നൊരു സംഗതി ഇല്ല. കാരണം അവരും നല്ല അത്യാവശ്യം പേഴ്സൻറ്റേജ് അവർ ഉള്ളതുകൊണ്ടും, അല്ലാതെ നമ്മുടെ കേരളീയർക്കൊരു മതേതര മനസ്സുള്ളത് കൊണ്ടും അവർക്കിവിടെ ഈ മതേതര വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഇവിടെ അത്ര വേരോട്ടം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മളും വളരെ സൂക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഞാനിതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കൊന്നും കടക്കുന്നില്ല. അത് ആരെങ്കിലുമൊക്കെ ഈ ചർച്ചകളിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. അപ്പോൾ അത്തരമൊരു ഒരു രാഷ്ട്രീയ സാംസ്കാരിക കാലാവസ്ഥയിലാണ് 2 വർഷം മുമ്പ് ഈ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ അത് നമ്മളെ ഇതിൽ വിവരിക്കുകയുണ്ടായി. PT ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. കഴിഞ്ഞ വർഷമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചാറയാർ സൂഫി സംഗീത യാത്ര കേരളത്തിൽ നടത്തുകയുണ്ടായി. കേരളത്തിലെ 4 ജില്ലകളിൽ 4 ഇടങ്ങളിലായി വളരെ വിപുലമായി സൂഫി സംഗീത പരിപാടി ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂഫി സ്കോളറായിട്ടുള്ള മദൻ ഗോപാൽ സിംഗും അദ്ദേഹത്തിൻ്റെ സംഘവും ചേർന്ന് അവതരിപ്പിക്കുകയുണ്ടായി. അത് വളരെയധികം
ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. കാരണം ഈ സൂഫി സംഗീതം എന്ന് പറയുന്നത് സംഗീതം മാത്രമല്ല, അതോടൊപ്പം അതിൻ്റെ ഈ ഓരോ പാട്ട് പാടുമ്പോഴും അതിൻ്റെ നരേഷനുണ്ട്. ആ നരേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആശയങ്ങളുമായി വളരെ ചേർന്ന് നിൽക്കുന്നതാണ് സൂഫിസം. അപ്പോൾ ആ പരിപാടി നടക്കുകയുണ്ടായി. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ വളരെ ഇതുപോലെ തന്നെ വളരെ വിപുലമായ ഒരു സെമിനാർ കോഴിക്കോട് വെച്ച് നടത്തുകയുണ്ടായി. ന്യൂനപക്ഷങ്ങളുടെ എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളും രാഷ്ട്രീയത്തിലുള്ള അവരുടെ പങ്കിനെ കുറിച്ചൊക്കെ വളരെ വിശദമായ മറ്റൊരു സെമിനാർ നടത്തുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ്, ഒരു പരമ്പരയായി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്, നമ്മുടെ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്, അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു കാലത്തെയും സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതായത് രാഷ്ട്രീയ പാർട്ടികളും മതേതര പാർട്ടികളും അവരൊക്കെ ഇതിനെ പ്രതിരോധിച്ചോട്ടെ, അതോടൊപ്പം തന്നെ മറ്റുള്ള സാധാരണ മനുഷ്യന്മാരെ ഇതിന് എതിരായിട്ട് അണിനിരത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രസ്ഥാനവും ഈ മൂവ്മെൻറ്റും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പ്രഭാഷണങ്ങൾ വരാൻ പോകുന്നു, വളരെ പ്രസക്തമായിട്ടുള്ള പ്രഭാഷണങ്ങൾ. അപ്പോൾ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഐ എം സോറി മിസ്റ്റർ ദൊന്ദെ ഫോർ സ്പീക്കിംഗ് ഇൻ അവർ മദർ ടങ് because it's not fair. Please excuse us for speaking in Malayalam. Anyway, I request Mr. Prakash Dhonde to inaugurate this seminar. Thank you. ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അന്യവൽക്കരണത്തിൻ്റെയും അക്രമങ്ങളുടെയും പശ്ചാത്തലത്തിൽ നേരത്തെ ന്യൂനപക്ഷങ്ങളും ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ സെമിനാർ നടത്തി. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും ദളിത് ആദിവാസി സമൂഹങ്ങളും എന്ന വിഷയത്തിൽ ബാംഗ്ലൂരിലെ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി അധ്യാപകൻ ഡോക്ടർ ദ്വന്ദ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യുന്നു. Let me invite Dr. ദ്വന്ദ് പ്രശാന്ത് to inaugurate this session, the prominent scholar and activist.